ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിംബാസ് ഗാർഡൻ. ഇതെൻ്റെ ജബോട്ടിക്കാബ റെഡ് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആയത്. ഫ്രൂട്ടിങ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഓരോന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സീഡ് മുളപ്പിച്ച് പ്ലാന്റ് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്തവണ കിട്ടിയ സീഡാണ്. ഇത്തവണ ഞാൻ എടുത്തു വെച്ച കുറച്ച് സീഡായത്. ഇതിന് മുന്നേ ഞാൻ സീഡ് എടുത്തു വെച്ച് അത് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ കഴിച്ചത് അടുക്കള വശത്ത് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇതിനെ ഇതേപോലെ എടുത്ത് ഗ്രോ ബാഗിലേക്ക് മാറ്റി അത് വളരുന്നതിന് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിളിൻ്റെ ചെടിയാണിത്. കണ്ടോ, ഇത് ഗ്രോ ബാഗിലേക്ക് മാറ്റിയതാണ്. ഈ ഒരു വലുപ്പത്തിലെത്തിയപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുമാണ് ഞാൻ എടുത്തത്. കുറച്ച് ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ജബോട്ടിക്കാബ ഒരു 2-3 വർഷം കൊണ്ട് ഈ റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വെറൈറ്റി നമുക്ക് കായ്ച്ചു കിട്ടും. സബാറ വെറൈറ്റി ആണെങ്കിൽ ഒരു 9 മുതൽ അങ്ങോട്ട് 9 വർഷം, മിനിമം ഒരു 9 വർഷം എടുക്കുന്നതാണ് പറയുന്നത് കായ്ച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ജബോട്ടിക്കാബയിൽ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറയുന്നത് സബാറയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് പ്ലാന്റ്. കണ്ടോ, നിറയെ ഇതേപോലെ ഒരു വർഷത്തിൽ 2-3 തവണ കായ്ച്ചു കിട്ടും. ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത് അനന്തക്കാട്ടിൽ നിന്നാണ്. അത്യാവശ്യം വലിയ പ്ലാന്റാണ് ഞാൻ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റും കൂടുതലായിരുന്നു. ഇതെനിക്ക് 1.5 വർഷം കൊണ്ട് കായ്ച്ചു കിട്ടി. നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ജബോട്ടിക്കാബയുടെ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റുമാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കൈ നിറയെ ജബോട്ടിക്കാബ പറിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പ്ലാന്റ് ഒന്ന് വെക്കാൻ നോക്കുക. നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞ് അതിൽ നിന്നൊരു കായോ അല്ലെങ്കിൽ ഒരു പൂച്ചെടി നട്ട് അതിൽ നിന്നൊരു പൂവ് ഉണ്ടാകുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് സിംബാസ് ഗാർഡനിലൊരു സുന്ദരീനെ കണ്ടോ. അപ്പോൾ ഓക്കേ.